നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ട് എന്ന് പറഞ്ഞവർ, നീ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയനാന്ന് പറഞ്ഞവർ, കർത്താവിനെ അന്വേഷിച്ച് പോയവർ, അങ്ങനെ യേശുവിന്റെ സാന്നിധ്യം പലപ്പോഴും അനുഭവിപ്പാൻ വേണ്ടി ആഗ്രഹിച്ചവർ, 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നവർ, അങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധം വളരെ സ്ഥാപിച്ചവർ, കർത്താവ് ഒരു പ്രതിസന്ധിക്കകത്ത് വന്നപ്പോൾ കർത്താവിനോട് കൂടെ ഇരിപ്പാനും പ്രാർത്ഥിക്കാൻ പോലും ആരെയും കിട്ടിയില്ല. ശ്രദ്ധിക്കണമേ, ജീവിതത്തിന്റെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കകത്തും കർത്താവ് ഉണ്ടായിരുന്നു. ആഹാരമില്ലായിരുന്നപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തു. കുടുംബത്തിന്റെ പല ആവശ്യങ്ങൾ വന്നപ്പോൾ അവരെ സഹായിച്ചു. എല്ലാ മേഖലയിലും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ഒരു പ്രതിസന്ധി, മാനുഷിക നിലയിൽ കർത്താവ് ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധിമേറിയ ഘട്ടത്തിൽ വന്നപ്പോൾ എന്ത് കണ്ടില്ല? ആ കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരെയും കിട്ടിയില്ല. അല്ലെ കേൾക്കുന്ന ഈ മക്കളെ, നമ്മുടെ എല്ലാ ജീവിതത്തിനകത്ത് ഇതുപോലെ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായി കാണും. സ്തോത്രം. എന്നും കൂടെയൊക്കെ പലരും കാണും. പക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമ ഭാഗം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ കൂടെ പ്രാർത്ഥിക്കാൻ ചിലപ്പം പലരെയും കിട്ടത്തില്ല. സ്തോത്രം. മടങ്ങി എന്റെ വിഷയത്തിലേക്ക് വരുവാൻ കഴിയുന്നു. അപ്പൊ ഒന്നാമതായി ദൈവത്തെ അന്വേഷിക്കുന്നവര് ഒന്നാമത്തെ ഗുണം ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുക എന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടു? ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എന്തുണ്ടാകണം? പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവവുമായിട്ടുള്ള ആശയ വിനിമയം ഉണ്ടാകണം. സ്തോത്രം. ഇന്ന് പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ധാരാളം സമയങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. സ്തോത്രം. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഇന്നെല്ലാം ക്യാപ്സൂൾ രീതിയിലാണ്. പെട്ടെന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുക. അതിന് എന്തോ ഉണ്ട് മാർഗമെന്ന പലപ്പോഴും ഇന്നത്തെ ആത്മാമേൽ ജനം അന്വേഷിക്കുന്നത്. ഒരു വിഷയം ഒരാളെ അങ്ങ് ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് പ്രാർത്ഥിച്ചോളും. സഭയിലെ ദൈവദാസൻ, ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്ന പ്രിയപ്പെട്ട, ക്ഷമിക്കണമേ, ഇങ്ങനെ പലരെയും പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചേക്കുക. അവരെന്ത് ചെയ്തോളും? പ്രാർത്ഥിച്ചോളും. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോ? പക്ഷെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു. പാസ്റ്റ് പ്രാർത്ഥിക്കാത്തതിന്റെയാ കുഴപ്പം. നമ്മൾ പലപ്പോഴും ദൈവദാസന്മാരെ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഓ പാസ്റ്റേ, ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാ പാസ്റ്റേ, ജോലി തിരക്ക്, വീട്ടു ജോലി, കാര്യങ്ങൾ. അപ്പൊ പ്രാർത്ഥന കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന കുറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം കുറയുക. ഇന്ന് പകലെന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ദിവസങ്ങൾ ഒരു മടങ്ങി വരവിന്റെ കാലഘട്ടമാണ്. സ്തോത്രം. പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നെയും നിങ്ങളെയും അന്വേഷിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലുണ്ട്. സ്തോത്രം. പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നെയും നിങ്ങളെയും അന്വേഷിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലുണ്ട്. ഒന്നാമത് വായിച്ച ഭാഗത്തേക്ക് വരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. എവിടെ നോക്കുന്നു? ഒന്ന്, നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞാൽ എവിടെയാകാം. അതിനുവേണ്ടി ഒരു പ്രത്യേക മുറി എന്നുള്ളതല്ല, എവിടെയുമാകാം. നമ്മുടെ കട്ടിലിന്റെ ഒരു സൈഡാകാം, അല്ലെങ്കിൽ കട്ടിലിൽ പായിട്ട പായാകാം, ആമേൻ, അല്ലെങ്കിൽ തനിയൊരു സ്ഥലമാകാം,
നമ്മൾ വാഹനം ഓടിക്കുന്ന യാത്രയാകാം, എന്തുമാകാം. ആശയവിനിമയം, ദൈവത്തോട് ആശയവിനിമയം നടത്തുന്ന ഇടം, അവിടെ ദൈവം നമ്മളെ അന്വേഷിക്കുകയാണ്. രണ്ടാമത്തെ അന്വേഷണം എന്ന് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുവാനുള്ള രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിനുപാകെ നിൽക്കുക എന്നുള്ള. ദൈവവചനത്തിനുപാകെ ആയിരിക്കുക. സ്തോത്രം. ഇന്ന് വചനം കേൾക്കാൻ ധാരാളം മാധ്യമങ്ങളുണ്ട്. പ്രസംഗം കേട്ടില്ല എന്ന് പറയാൻ കഴിയത്തില്ല. യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, അങ്ങനെ അല്ലെങ്കിൽ വാട്സപ്പ് തുറന്നാൽ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാൻ ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ കേൾവി കൊണ്ട് മാത്രം പോരാ, നമ്മുടെ കാര്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും ആ ദൈവവചനത്തിന്റെ വായനക്കകത്തുനിന്നുകൊണ്ട് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭാഗം, ഏറ്റവും വലിയ പ്രവാചകനാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ചയിലിടയ്ക്ക് പറഞ്ഞ പോലെ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുറക്കുമ്പോൾ കിട്ടുന്ന വാക്യം വായിക്കുന്നതല്ല ആമേൻ ദൈവം നമ്മോട് സംസാരിക്കുക എന്ന് പറയുന്നത്, അല്ലെ? ചിലരുടെ സഭ ഇങ്ങനെ അങ്ങോട്ട് അടയ്ക്കുക, അടച്ചു വെച്ച് ഒന്ന് തുറക്കും, ആദ്യം കിട്ടുന്ന വാക്യം അതെന്ത് ചെയ്തു? അത് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൂതായിട്ട് നമ്മൾ ചിത്രീകരിക്കാറ്. പക്ഷേ ദൈനംദിന ജീവിതത്തിനകത്ത് നമ്മള് ഭൗമികമായ ശരീരത്തിന് വേണ്ടി ആഹാരം കൊടുക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ മനുഷ്യന് കൊടുക്കേണ്ട ആഹാരം, ദൈവവചനം അവൻ ഭക്ഷിക്കത്തക്ക നിലയിൽ സമയങ്ങളെ വേറിട്ട് ദൈവവചനത്തിനു മുമ്പാകെ ഞാനും നിങ്ങളും ആയിരിക്കപ്പെടുമ്പോഴാണ് ഒന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന രണ്ടാമത്തെ ഇടത്തെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ ഇടം, ഒന്ന് നമ്മുടെ പ്രാർത്ഥനാ സ്ഥലമാണ്. രണ്ടാമത്തെ സ്ഥലം നമ്മുടെ ദൈവ വചനത്തിന്റെ പാഠശാല ഇടമാണ്. വചനത്തിനു മുമ്പാകെ നാം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കണമേ, ഇന്നത്തെ സൺഡേ സ്കൂളുകളൊക്കെ ആൾക്കാർ കുറയുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ബൈബിൾ ക്ലാസ് വെച്ചാൽ ആരെയും ഇന്ന് കിട്ടാറില്ല സഭകളിലൊന്നും. ദൈവവചനം പഠിക്കുവാൻ ഇന്ന് ആൾക്ക് തയ്യാറല്ല, അതിനൊന്നും ആൾക്കാരില്ല. സ്തോത്രം. ആലയങ്ങളിൽ അമ്മയിൽ ജനം എന്ന് കുറയുക. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഈ സഭയില് ഒരൊറ്റ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ല. ഞാൻ ചോദിച്ചു, എന്താച്ചാ ആരാധന കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്താച്ചാ വരാഞ്ഞത്? പാസ്റ്റർ രാവിലെ എഴുന്നേറ്റ് ചെറിയ ക്ഷീണം. അത് കഴിഞ്ഞ് ഞാൻ പോയിന്ന് കുളിച്ച് ഫ്രഷായി പവർ വിഷൻ വെച്ചു, വീട്ടിലെ ആരാധന കൂടി, അവിടുത്തെ പ്രസംഗം കേട്ടു. അതിനുശേഷമായിട്ട് യൂട്യൂബ് എടുത്തു, പി.സി. ചെറിയാൻ പാസ്റ്ററുടെ പ്രസംഗവും കേട്ടു. സന്തോഷം. ഇനിയിപ്പോ അങ്ങനെയൊക്കെ അങ്ങോട്ട് തുടർന്നാൽ അതല്ലേ നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാവിലെ ഒരു ക്ഷീണം വന്നു, ആരാധനയ്ക്ക് വന്നില്ല. രാവിലെ ക്ഷീണം വന്നു എന്ന് പറഞ്ഞാൽ ഭാര്യ എവിടെ കൊണ്ട് ഓട്ടോയ്ക്ക് കൊണ്ട് വിട്ടിട്ടാ പോയതാ. വേറൊരു അമ്മച്ചിയെ പോയി ഓട്ടോയ്ക്ക് പോയി എടുത്തോണ്ട് കൊണ്ടുവന്ന് ആലയത്തിൽ വിട്ടിട്ടാ പോയതാ. ഇത്രയും പരിപാടി ചെയ്യുവാൻ ക്ഷീണമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്ഷീണം എന്ന് പറയുന്നു. ഓക്കെ, ശ്രദ്ധിക്കണമേ. ഇന്നത്തെ ആത്മീയതയുടെ ലോകം, ഇന്ന് ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ. മടങ്ങി വരുവാൻ ആഗ്രഹിക്കും. അപ്പോൾ രണ്ടാമത്തെ ഇടം
ദൈവവചനത്തിനകത്ത് ദൈവത്തെ നാം അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ദൈവവചനത്തിനകത്ത് കർത്താവേ, ഈ വചനം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഈ വചനം അങ്ങോട്ട് സംസാരിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. രണ്ട് മാധ്യമങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അതേ വചനം അത് എന്നോടും കൂടെ ഇടപെടുന്നതാ. സ്തോത്രം. അപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്ത് ദൈവത്തെ നാം അന്വേഷിക്കുന്നവരായിട്ട്; രണ്ടാമതായി ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിനു മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ഈ വചനത്തിൽ കൂടെ നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. മൂന്നാമതായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ നാം അന്വേഷിക്കുന്നവരായിട്ട്. സ്തോത്രം, സ്തോത്രം. നമ്മുടെ അന്വേഷണ ഭാഗത്ത് നമ്മുടെ കുറിവാക്യം നാം ദൈവത്തെ അന്വേഷിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മെ നോക്കുക. ദൈവത്തിന്റെ അഗ്നിജാലക്കൊത്ത കണ്ണിൽ കൂടെ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ആത്മാർത്ഥമായ ആത്മീയ തലത്തെ കർത്താവിന് അറിയാൻ കഴിയും. എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം എന്ന് ചോദിച്ചാൽ പലരും പറയും, പക്ഷെ കുഴപ്പമൊന്നും ഇല്ല. ആരാധന എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല. പലതിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും പൊത്തുവരുത്തക്കാരാ. ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ആരാധിച്ചാൽ മതി. സംഗീതക്കാരൻ പറഞ്ഞ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്ഥാനമാനങ്ങൾക്കല്ല പ്രാധാന്യത. കർത്താവിന് ആവശ്യം ഒരു ഭക്തനെയാണ്. കർത്താവിന് ആവശ്യം ഒരു വിശ്വസ്തനെയാണ്. സ്തോത്രം, സ്തോത്രം. കർത്താവിന് ആവശ്യം ഒരു വിശ്വസ്തനെയാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ എത്രത്തോളം പൂർണ്ണതയുണ്ട് എന്ന് കർത്താവ് നമ്മെ നോക്കുകയാണ്. പൂർണ്ണമാണോ? സ്തോത്രം. നമ്മളൊരു പ്രാർത്ഥനാ വിഷയം ദൈവത്തിനെ കൊടുത്താൽ അതിന് പകുതി മറുപടി കിട്ടിയുള്ളൂ എങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. പകുതി മറുപടി. നമ്മുടെ കർത്താവിന് പലതും പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരിച്ചും എന്ത് ചെയ്യണം? പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ഈ പണ്ടൊക്കെയുള്ള ആരാധനക്കകത്ത് ഒരു മാസ പ്രാർത്ഥനയൊക്കെ വരുമ്പോ സമയത്ത് സഭയിലുള്ളതായ വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ ദൈവദാസന്മാരായി ഞങ്ങള് എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തി അവരോട് ഒരു ക്രമീകരണം ചെയ്യാൻ പറയാറുണ്ട്. ഇന്നൊന്നും അതൊന്നും ഇല്ല, അന്നത്തെ സഭകളൊന്നും അതില്ല. ഒരു ക്രമീകരണം. അപ്പം പറയുന്നൊരു കാര്യം, വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. സ്തോത്രം. ഇന്നത്തെ പല കുടുംബങ്ങൾക്കകത്തേക്കും ഇറങ്ങിച്ചെന്നാൽ ഞെട്ടിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ഭാര്യയും ഭർത്താവും മാസങ്ങളും വർഷങ്ങളുമായി മിണ്ടിയിട്ട് വീട്ടിനകത്താ താമസിക്കുന്നത്, ഒറ്റ വീട്ടിലാ. സ്തോത്രം. മാതാപിതാക്കളുമായി മക്കൾക്കുള്ള ബന്ധം വർഷങ്ങളായി അകന്നു നിൽക്കുകയാണ്. വീട്ടിലെ കുടുംബ പ്രാർത്ഥനകൾ ശിഥിലം വന്നിരിക്കുക. പണ്ട് കുടുംബ പ്രാർത്ഥന കുടുംബ ആരാധനയായിരുന്നു.
ഇന്നതെല്ലാം കുറഞ്ഞിരിക്കുക. സ്തോത്രം. എത്രത്തോളം നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് പൂർണ്ണതയുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിങ്കിലേക്ക് നാം അടുത്തു വരുന്നോ എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് നോക്കുന്നത്. പ്രൈസ്തലോ. മീറ്റിങ്ങുകൾക്ക് ആരാധനയ്ക്കകത്തേക്കുമ്പോൾ പല ചിന്തകളാ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് പോകും, ഒറ്റ സെക്കൻഡ് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കറങ്ങി അടിച്ച് നമ്മള് വരും. പാസ്റ്റ് തകർപ്പം പ്രസംഗമാ, പക്ഷെ നമ്മളിങ്ങനെ കറങ്ങി പോവുക. ഹലോ, സ്തോത്രം. ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന എന്തോ പ്രസംഗിച്ച നല്ല പ്രസംഗമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തോ പ്രസംഗിച്ചാ എനിക്കറിയത്തില്ല, അങ്ങ് മറന്നുപോയി. മറവി ഇച്ചിരി കുറവാ, അപ്പൊ ഇച്ചിരി പ്രശ്നമാ, മറവി കൂടില്ല. അതുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി, വാക്യം മറന്നുപോയി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ തലത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മുടെ ആത്മീയ തലത്തെ ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ഒന്ന് പുനഃപരിശോധന ചെയ്യേണ്ട കാലഘട്ടമാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മൂന്നാമത്തെ ഭാഗം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട്. ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം പൂർണ്ണരാണ് ദൈവസന്നിധിയിൽ. കാഹളം ധ്വനിക്കാൻ സമയമെടുത്ത് ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക, പലതരം ക്ഷാമങ്ങൾ നേരിടുക. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാർത്താ സംവിധാനത്തിൽ വന്ന പോലെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇന്റർനെറ്റിന് ക്ഷാമം വരുന്നു എന്നൊരു സംഭവം ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക, എത്രയോ സമയങ്ങൾ ആ ഫോണുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഇല്ലാത്തൊരു ജീവിതം എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ പറ്റുമോ? ഒരു 3 ദിവസത്തേക്ക് ഈ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഒന്ന് കേടായാലുള്ള ടെൻഷൻ അല്ലേ? എന്തെങ്കിലും സംഭവിച്ചാലുള്ള ടെൻഷൻ എന്ത് കാര്യമാ? ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ പപ്പ ഭയങ്കര ദേഷ്യത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താപ്പാ? എന്താടാ, ഫോൺ ശരിയാകുന്നില്ല, പെങ്ങള് ഉണ്ട്, അവരാരും വിളിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അവരുടെ മിസ് കോൾ അതിനകത്ത് കിടപ്പുണ്ട്, പക്ഷേ നെറ്റ് ഓഫ് ആയതുകൊണ്ട് കിട്ടുന്നില്ല. ഭയങ്കര ടെൻഷനിൽ ഇരിക്കുക. അപ്പൊ അതിനെ ചെയ്താ ശ്രദ്ധിക്കണമേ, ഒരു ദിവസത്തേക്ക് ഈ സാധനം ഒന്നും ഇന്നപ്പോ ഉള്ള പ്രശ്നം. അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരമായി ഈ ലോകത്തിൽ പല കാര്യങ്ങൾ അന്വേഷിക്കുക. എന്നാൽ കർത്താവ് നോക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ കാലഘട്ടം വരികയാണ്. വരട്ടെ, അടുത്ത ഭാഗത്തേക്ക്. 4-മതായി ദൈവഹിതം തേടുന്നവരായി തീരുക. ദൈവഹിതം. നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവഹിതമാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? ദൈവഹിതമാണ്. നമ്മൾ വെക്കുന്ന ഒരു സ്റ്റെപ്പ് ദൈവഹിതമാണോ? ഞാൻ പ്രവചനങ്ങൾക്കും പ്രവാചകന്മാർക്കും എതിരല്ല, ഞാനും ശുശ്രൂഷിക്കാറുണ്ട്.
മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇന്നിങ്ങനെ ദൂതുകൾ തേടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. ഒരാളുടെ പോയി പ്രാർത്ഥിച്ച് ദൂത് കേട്ടു, അപ്പുറത്ത് പോയി പ്രാർത്ഥിച്ച് ദൂത് കേട്ടു, അപ്പുറത്ത് പോയി പ്രാർത്ഥിച്ച് ദൂത് കേട്ടു. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ കേട്ട ദൂത് അനുസരിക്കാറില്ല. അതിനകത്ത് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയെ അനുസരിക്കാറില്ല. ഈ ഒരു കാര്യം കൂടെ സാധാരണ ഞാൻ ഓർപ്പിക്കുന്ന ഒരു ഭാഗം, ഓഫറുകളുടെ കാലഘട്ടമാണ്. ഓഫർ അല്ലേ? ഭയങ്കര ഓഫറാ, വൻപിച്ച സൗജന്യം, വൻപിച്ച സൗജന്യം എന്ന വലിയ ബോർഡ് കാണും. ഈ വൻപിച്ച സൗജന്യത്തിന്റെ ബോർഡിന്റെ ഏറ്റവും ഒരു മൂലയ്ക്ക് ഒരു ചെറിയ അക്ഷരത്തിനകത്ത് ഒരു ചെറിയ കാര്യം എഴുതിയിട്ടുണ്ട്: വ്യവസ്ഥകൾ ബാധകം. അല്ലേ? അത് ആരും കാണാറില്ല. വ്യവസ്ഥകൾ ബാധകം ശ്രദ്ധിച്ചാണ് അല്ലേ? അതെല്ലാം കാണാറുണ്ടോ? നോക്കാറുണ്ടോ? ഒന്നുമില്ല. ഭയങ്കര നമുക്ക് ഈ വമ്പിച്ച സാധനമേ നമുക്ക് കത്തത്തുള്ളൂ. പക്ഷേ ഈ ചെറിയ അക്ഷരം വലുതായി വരുന്ന സമയമുണ്ട്. നമ്മളാ വമ്പിച്ച വിലക്കിഴിവുള്ള സാധനം അല്ലെങ്കിൽ ഓഫറുള്ള സാധനം വാങ്ങാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കടക്കാരൻ പറയുന്നത് ഓഫർ അല്ല പറയുന്നത്. നിങ്ങൾക്ക് ഈ ഓഫർ എല്ലാം ഉണ്ട്, പക്ഷെ നിബന്ധനകൾ, ഞാൻ പറയുന്ന വ്യവസ്ഥകൾ ബാധകമാണെങ്കിൽ അത് ചെയ്യാമെങ്കിൽ, ഇന്ന കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ലഭിക്കും. അന്നേരം എന്തെല്ലാം ഓഫർ അല്ല വലുതാ, അന്നേരം വലുത് നിബന്ധനയാ, വ്യവസ്ഥയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ ഹിതം നേടാറില്ല, ദൈവഹിതം നേടാറില്ല. സ്തോത്രം. നമ്മുടെ എല്ലാം ചിന്ത നമ്മുടെ വഴിയിൽ കൂടെ ദൈവം വരണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ദൈവമേ, രാവിലെ ഞാൻ ഇന്നടത്ത് പോവുക, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ വരണം. ഞാൻ ഈ പോകുന്ന കാര്യം ദൈവമേ സ്ഥിരീകരമാണോ എന്ന് ചിന്തിക്കാറില്ല. ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ചിന്തിക്കാറില്ല. പണ്ടൊക്കെ ഒരു വിഷയത്തിനകത്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച ദൈവനിയോഗം, ഭക്തന്മാരായ അഭിഷക്തന്മാർ ഒരു മീറ്റിങ്ങിന് പോകണമെങ്കിൽ പ്രാർത്ഥിച്ച് നിയോഗം പ്രാപിക്കുമായിരുന്നു. ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. മരിയാമനെ യോനാച്ചവനെ പോലെ ഒരു കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് ദൈവനിയോഗം ചോദിച്ച് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പോട്ടെ, ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഹിതം തേടുന്നവരായി തീരണം. സ്വത്രം. ദൈവത്തെ അന്വേഷിക്കുന്നതിന്റെ നാലാമത്തെ ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം തേടുക എന്നതാണ്. ഓരോ വിഷയത്തിനകത്തും ദൈവഹിതം അന്വേഷിക്കുക. കർത്താവേ, ഞാൻ മുൻപോട്ട് പോകുന്നു, അത് അങ്ങക്ക് ഹിതമാണോ? സ്തോത്രം. അങ്ങക്ക് ഹിതമാണോ? നമ്മളെല്ലാവരും എല്ലാ വഴി അടഞ്ഞു കഴിയുമ്പോഴാണ് എവിടെ എത്തുന്നത്? ദൈവത്തിനടുക്കൽ എല്ലാ വഴി അടഞ്ഞു. ചിലപ്പോ വിശ്വാസികൾ രോഗിയായാൽ പാസ് അറിയത്തില്ല, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാലും പാസ് അറിയത്തില്ല. ഹോസ്പിറ്റലായി അഡ്മിറ്റ് ചെയ്തു, സീരിയസ് ആയി. അയ്യോ പാസ്റ്ററെ, അച്ചാരിച്ചിരെ വയ്യായിരുന്നു, ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, ഇപ്പൊ ഇച്ചിരി സീരിയസാ, പ്രാർത്ഥിക്കണം. പാസ്റ്റർ അറിയുന്നത് എപ്പോഴാണ്? അച്ഛൻ സീരിയസ് ആയി കഴിഞ്ഞപ്പോഴാണ്. ഏറ്റവും പല വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായി നാം ദൈവത്തെ അന്വേഷിക്കുന്നത്
നമ്മുടെ ചിന്തകളും നമ്മുടെ കഴിവുകളും നമ്മുടെയായ പരിപാടിയെല്ലാം അവസാനിച്ച് നമ്മൾ സറണ്ടറായി കഴിയുമ്പോഴാണ്. അല്ലേ? നമുക്കറിയാം, രക്തസ്രാവം പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കുറിച്ച് തിരുവചനത്തിനകത്ത് പറയുന്നുണ്ട്. അവളുടെ നന്മയെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് സകല നഷ്ടപ്പെട്ടു. ഏറിയ നാളുകൾ താൻ രോഗിയ, എല്ലാം നഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനം താൻ കണ്ട ഒരു സൗഖ്യത്തിന്റെ ഒരു വഴിയാണ് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെന്ന് പറയുന്നത്. 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞാൽ, മനസ്സുണ്ടായിരുന്നെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ നീ സൗഖ്യമായി വീട്ടിൽ പോയേനെ. അവനൊരു സൗഖ്യം പ്രാപിക്കുവാനെ സൗഖ്യം പ്രാപിച്ചു എന്നൊന്നും കർത്താവ് പറയുന്നില്ല. നിന്റെ കിടക്കെടുത്ത് നടക്കാനാ പറഞ്ഞത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന യുവമക്കൾ, എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. 4 കാര്യങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഉള്ള 4 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1, ആത്മാർത്ഥമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കുക. ദൈവ വചനവുമായി ബന്ധമുണ്ടാകുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുക. 4, ദൈവഹിതം അറിയുന്നവരായി തീരുക. ധാരാളം കാര്യങ്ങളുണ്ട്. 4 പോയിന്റുകൾ പറഞ്ഞ് എന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കും. ഈ ഇടത്ത് ഈ സ്വഭാവമുള്ളവരാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കുവാൻ വായിച്ചപ്പോ ഒരു വാക്യം അവിടെ ഇപ്രകാരം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്തോത്രം. ദൈവം നമ്മളെ അന്വേഷിക്കുമ്പോൾ, അല്ലെ, ആദാമിനോട്, ആദാമേ നീ എവിടെ? പാപം ചെയ്തതിനു മുമ്പേ ദൈവത്തിന് ചോദിക്കേണ്ടി വന്നില്ല. ദൈവം ഇറങ്ങി വരുമ്പോൾ ആദാം അവിടെ ഉണ്ടാകും. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം ആദാമിനോട് ചോദിക്കും, ആദാമേ നീ എവിടെയാ? സ്തോത്രം. ഈ പേജിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം കർത്താവിനെ അന്വേഷിക്കുന്നവരായി തീരണം. കർത്താവിനെ അന്വേഷിക്കുന്നവരായി തീരണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുക. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൽ അവൈലബിൾ ആണെങ്കിൽ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ, കർത്താവ് പ്രതീക്ഷിക്കുന്നിടത്ത് നമ്മളുണ്ടെങ്കിൽ, അവിടെയാണ് ജീവിത അനുഗ്രഹപരമായ പങ്ക്. ഇന്ന് പകൽ കേട്ട വചനത്തിൽ ഭാഗം നമ്മത്തിന് സമർപ്പിക്കും. നമ്മുടെ കണ്ണുകളെ ഒന്ന് ചടയ്ക്കാം. സ്തോത്രം. അല്പസമയം കർത്താവിനെ ഒന്നിച്ച് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ അധരങ്ങളും ഇന്ന് പകൽ ചലിക്കട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്നറിയുവാൻ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കും. കർത്താവേ, ആ ഇടത്ത് നമ്മൾ ഉണ്ടാകപ്പെടുവാൻ, സ്തോത്രം, ആ ഇടത്ത് ഞാനും നിങ്ങളും ഉണ്ടാകപ്പെടുവാൻ ഇന്ന് പകൽ ഒന്നിച്ച് സമർപ്പിക്കപ്പെടാം. പ്രാർത്ഥന ആമേൻ ജീവിതമുണ്ടോ? ദൈവവചനവുമായി ബന്ധമുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെയാണോ ജീവിതം നയിക്കുന്നത്? ദൈവഹിതം തിരിച്ചറിയുവാൻ വേണ്ടി നാം ആയിരിക്കപ്പെടുന്നു. ഈ വചനം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായിട്ടുണ്ട്. സ്തോത്രം. ഏതെങ്കിലും ഭാഗങ്ങളിൽ